നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഒന്ന് നിന്നേ. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ആതിരേ, അതിപ്പോ ഞാൻ അറിഞ്ഞോ ആ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈന്റ് ആണെന്ന്? ഹാർട്ടിന് അസുഖമൊന്നല്ല. ഇനി ആ കുഞ്ഞ് ചത്തുപോയാലും അവർ തമ്മിൽ ഒന്നിക്കാത്ത രീതിയിൽ അവർക്കിടയിൽ വിദ്വേഷം ഉണ്ടാവണമായിരുന്നു. അവന്തികെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോ അത് നോക്കിയും കണ്ടും വേണം ചെയ്യാനെന്ന്. ഇപ്പോ ആതിരയും അർച്ചനയും ഒന്നായ സ്ഥിതിക്ക് നിന്റെ ഒരു പരിപാടിയും ഇനി അവിടെ നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇത്രയും നാളും നീ ഉണ്ടാക്കിയതിനൊക്കെ അവർ ഒരുമിച്ച് നിന്നായിരിക്കും പകരം ചോദിക്കുന്നത്. ഇന്ന് നടന്നതൊക്കെ വള്ളിപുള്ളി തെറ്റാതെ അവനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മറുതലയ്ക്കലിൽ നിന്ന് എന്താണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നു അവൻ. ഏതവൻ? ഞാൻ എന്റെ സുഹൃത്തിനോടാ സംസാരിച്ചത്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങളിങ്ങനെ അടുക്കുന്ന കണ്ടിട്ട് കുറെ ദിവസങ്ങളായില്ലേ, അതുകൊണ്ടൊന്ന് ഒരുമിച്ച് വന്നേ ഉള്ളൂ. ഇവള് പറഞ്ഞു പല സാഹചര്യത്തില് പല രീതിയില് അവന്തിക ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളെ കുറിച്ച്. എന്താ കരുതിയത്? ഇനിയുള്ള കാലം അത്രയും ഞങ്ങൾ പിണങ്ങിയിരിക്കുന്നു. കുറച്ചു ദിവസമായി നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഞാൻ എന്റെ ചേച്ചിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നതാ സത്യമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഞാനും ചേച്ചിയും പിണങ്ങുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. എങ്കിലും നിങ്ങളുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ച് പിണങ്ങിയതിൽ എനിക്ക് നല്ല മനസ്താപമുണ്ട്. ഞങ്ങളുടെ പിണക്കം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതാ ഇത്രയും ദിവസം ഞാൻ ഒന്നും പറയാതെ കാത്തിരുന്നതും. എന്തൊക്കെ പറഞ്ഞാലും ഒരേ ചോരയല്ലേ. കുറെ കാലം പിണക്കി നിർത്താന്ന് കരുതിയ നിങ്ങൾ തന്നെയാ വെട്ടി. ഇനി ഞങ്ങൾ ഒന്നാം. എത്ര വഴക്ക് കൂടിയാലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വാമോളെ. ചേച്ചി ഒന്ന് നിന്നേ. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. ആതിരേ, വേണ്ട. ശരിക്കും നിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാലും വേണ്ട. ആവശ്യത്തിനുള്ളത് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നീ കൂടി അത് ശീലമാക്കണ്ട. ഒന്നുമില്ലേലും മൂത്ത ഏട്ടത്തിയല്ലേ. നീ വാ. ഇനി എന്റെ ചേച്ചിയുടെ കുറ്റവും പറഞ്ഞ് ഞങ്ങളെ തമ്മി തല്ലിക്കാൻ ഇറങ്ങിയ അന്ന് ചേച്ചി തടഞ്ഞാലും ഞാൻ നിങ്ങളെ തല്ലും. എല്ലാം തിരിച്ചറിഞ്ഞപ്പോ മുതൽ ഞാൻ ആഗ്രഹിച്ചതാ നിങ്ങളുടെ ചെവിക്കലിനെ ഒരെണ്ണം പൊട്ടിക്കണമെന്ന്. പക്ഷേ ഇത് പറ്റാത്തതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം നിങ്ങൾ ഇനിയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ഇതും കൂടെ ചേർത്ത് ഞാൻ തരുന്നുണ്ട്.
ബാബു ആ എന്താ എന്താടാ ഓ ഓ ഓ കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി ദേ പൊട്ടും തൊട്ടു അല്ലടാ. ആവണിമോള് പോയെടുത്തി. ആ അവള് രാവിലെ സ്കൂളിലേക്ക് പോയി. ഇവിടുന്ന് പോയി വരാൻ ഭയങ്കര പാടാ. അതുകൊണ്ട് അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതുവഴി അങ്ങ് കൊണ്ടുപോയിക്കോളാം. ഏട്ടത്തി ഒരു കാര്യം ചെയ്, ഏട്ടത്തി നാളെ എങ്ങ് പോയിക്കോ. അയ്യോ അപ്പൊ കുഞ്ഞിന്റെ കാര്യോ? ആ, അതിന് ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങള് രണ്ടുപേരും കൂടെ നോയിക്കോളാം. അങ്ങനെയാണെങ്കിൽ നീ വേണമെന്നില്ല, അർച്ചന മാത്രം മതി. ഇനി 3ന്റെ അന്ന് നീ തനിക്കുണം കാണിച്ചിട്ട് പിന്നെ അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാതെ നിന്നിരിക്കരുത്, കേട്ടല്ലോ? ഏയ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാ. ഓ എന്നെക്കാളും മോളെ നോക്കാൻ പറ്റുന്ന ചേച്ചിക്ക് തന്നെയാ. ദാ ഇവളെ ചേച്ചി തന്നെ വളർത്തിയാ മതി. ചേച്ചി അനിയത്തി ഒന്നു ചേർന്നതിന്റെ സന്തോഷം അവന്തിക മാറ്റി തരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.